പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പാലക്കാടുകാരുടെ റാവുത്തർ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാത്തവർ ഒരു വട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത്. എടുത്തു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് കൂടെ ചേർത്ത് കൊടുത്ത് കൈവച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ചിക്കൻ 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കൈപ്പിടിയോളം മല്ലിയിലയും 1 കൈപ്പിടിയോളം തന്നെ പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഈ ബിരിയാണിയിൽ മല്ലിയിലയും പുതിനയിലയും കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം. ആ ഒരു ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 2 കൈപ്പിടിയോളം ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, 2-3 ഏലക്കായ എന്നിവയാണ്. ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതാ അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ബിരിയാണി ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, 2-3 ഏലക്കായ എന്നിവയാണ്. അതിനുശേഷം ഇതിലേക്ക് 1 പിടിയോളം പുതിനയില മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. പുതിനയില ഈ എണ്ണയിൽ വാടി വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം വലിയ ഉള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇപ്പോൾ നല്ലൊരു കളറൊക്കെ മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുമ്പം വെളുത്തുള്ളി കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ. വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവറാണ് ഇതിൽ കൂടുതലായിട്ട് വേണ്ടത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമ്മൾ ആദ്യം അരച്ച് വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ചെറിയുള്ളിയും പിന്നെ സ്പൈസസൊക്കെ ചേർത്ത് അരച്ച് വെച്ചിരുന്നല്ലോ ആ ഒരു മസാലക്കൂട്ടാണിത്. മസാലയെല്ലാം ഒന്ന് മുരിഞ്ഞൊന്ന് കഴിയുമ്പോൾ ഒരു 2 തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റി പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം തന്നെ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബിരിയാണിക്ക് ഒരുപാട് എരിവൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് സാധാ മുളക് പൊടിയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടികളൊക്കെ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കും. പിന്നെ ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊന്നും ഒരുപാട് തീയായി പോകരുത് കേട്ടോ. മസാലയൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി ചിക്കൻ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മൂടി വെച്ച് നമുക്ക് ഈ ചിക്കൻ ഒരു ഹാഫ് കുക്കാക്കി എടുക്കണം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ദാ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കനൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് പച്ചവെള്ളമൊന്നും ചേർക്കരുത്. നല്ലപോലെ തിളപ്പിച്ചെടുത്ത വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ അരി അളന്നെടുത്ത പാത്രത്തിൽ 2 പാത്രം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു അളവ് തന്നെയാണ് ഇതിലും. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരും അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വെള്ളം നല്ലപോലെ ഒരു തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജീരകശാല അരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി മൂടി തുറന്ന് അരിയിൽ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി ഇതിൽ ഒട്ടും തീ പാടില്ല കേട്ടോ. തീ നല്ലപോലെ കുറച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ദം ചെയ്തെടുക്കാം. മൂടി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 10-20 മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കാം. 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വീണ്ടും ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണിത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ അതാ ചിക്കനൊന്നും ഒട്ടും പൊടിഞ്ഞു പോവാതെയും അരിയൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഇത്. ഇതിന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.